ഹൈ ഗൈസ്, പുതിയൊരു മൂവി റിവ്യൂലേക്ക് സീരീസ് ആണ്. എന്തായാലും ടൈറ്റിൽ എടുത്തിട്ടുണ്ട്. കാസർഗോഡ് ബസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആണ്. വെബ് സീരീസ്. ഒരു 7 എപ്പിസോഡും കണ്ടുള്ളൂ. C5ലാണ് OTT റിലീസ്. ഓക്കെ, അതായത് OTT C5 ഡയറക്ടർ ആദിഷ്, സിരാജ് റൈറ്റർ. ഓക്കെ, എന്തായി വിരാജ്, പിന്നെ ഉമാനിയർ എന്റെ പ്രൊഡ്യൂസർ, പിന്നെ കമ്പോസർ രതീഷ് വിക, സിനിമാറ്റോഗ്രാഫർ രജീഷ് DR, എഡിറ്റർ ജിലൻ ജോസഫ്. ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഞാൻ ഡയറക്ടേഴ്സ് അനൂപ് ദയോഗ്, അത് വേറെ ക്രിയേറ്റീവ് ഡയറക്ടറും ആർട്ട് ഡയറക്ടറും. ഓക്കെ, സോ ഇതൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ലാസ്റ്റിൽ പറയാനുള്ളത് മറ്റേ കബീർ ദുഹാൻ സിനിമ മൂപ്പരാളുണ്ട് ഇതില്. ഒരു എന്തായാലും പേര് സംഭവം. പിന്നെ സുധീഷ്, റോണി ഡേവിഡ്, ദീപക്, പിന്നെ ദിനേശ് പ്രഭാകർ, ഒക്കെ, പിന്നെ അബു സലീം, ഗോവിന്ദ് പൈ, മറ്റേ ഇവരെ ഞാൻ പറഞ്ഞ കറക്റ്റ് പറഞ്ഞ കബീർ ദുഹാൻസിനെ അറിയില്ലേ? മുപ്പരാള് മറ്റേ ഇതിലുണ്ട്, മാർക്കോലുണ്ട്. പിന്നെ വേറെ കുറെ അടിപൊളി ഹിന്ദി സിനിമയിലാണ് തോന്നുന്നു. കൂടുതലും ഹിന്ദി സിനിമയിലാണ് സെറ്റ് അഭിനയിക്കുന്നത്. ഞാൻ അത് കറക്റ്റ് പറഞ്ഞത്. പിന്നെ അബു സലീമൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസ്, പിന്നെ ഇപ്പൊ കുറച്ച് മൂവീസിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗോവിന്ദ്, ഇവര് രണ്ടാളും അബു സലീമും ഗോവിന്ദും ആണ് മെയിനായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഉള്ളത്. ലൈക്ക് അവരുടെ ഒരു കഥയായിട്ടാണ് ഇത് സംഭവം പോണത്. ഓക്കെ, ഇപ്പോ ഇവരുടെ ഇപ്പൊ പറയണ ഗോവിന്ദ്, അബു സലീം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദ് മറ്റേ ലൈക്ക് പറവയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പറവയിലൊക്കെ അഭിനയിച്ചത് ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഇതിന്റെ ഇപ്പൊ റിവ്യൂ പറയുകയാണെങ്കിൽ പറയാലോ, കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ കണ്ടു തീർത്ത് ഈ 7 എപ്പിസോഡ്. ഞാൻ പിന്നെ കണ്ടു തുടങ്ങിയോണ്ട് എനിക്ക് അങ്ങനെ ഇത്തിരി കാണാനും പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വേറെ ദിവസമായിട്ട് കണ്ടു തീർത്തതാണ്. ഇന്നിപ്പോ ഫസ്റ്റ് ഒരു 3 എപ്പിസോഡ് കണ്ട്, പിന്നെ ഒരു 3 എപ്പിസോഡ് കണ്ട്, 7 എപ്പിസോഡ് ഉണ്ട്. ഇന്നൊരു എപ്പിസോഡ് കണ്ട് തീർത്ത് റിവ്യൂ ഇടാം. എന്താ വെച്ചാൽ ഞാനിപ്പോ കണ്ടു തുടങ്ങി, പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് റിവ്യൂ ഇടാനുള്ള രീതിയിലാണ്. എപ്പോഴും അല്ലെങ്കിൽ അടിപൊളി സിനിമേന്റെ മാത്രം റിവ്യൂ ഇട്ടിട്ട് ഇടണ്ടാനുള്ള രീതിയിലാണ് വിചാരിച്ച്. അടിപൊളി മാത്രം ഇടണ്ടല്ലോ. റിവ്യൂ ചെയ്യുമ്പോ നമുക്ക് കറക്റ്റ് പറയാനുള്ളത് പറയണമല്ലോ. ഇത് പറയുകയാണെങ്കിൽ വെച്ചാൽ ഇത് എങ്ങനെയൊക്കെയോ ലൈക്ക് ഫുള്ളി ബോറിങ് തന്നെ പറയാം. അതൊക്കെ വൻ ശോകമായിട്ടാണ്. ഏതാ ഞാൻ പറയട്ടെ, ഇത് സംഭവം ബേസിക്കലി ഇതിന്റെ പാസ്പോർട്ടിന്റെ ബേസ് ആയിട്ടാണ്. ഫേക്ക് പാസ്പോർട്ട് അടിക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോ ഇതില് ഈ ഫേക്ക് ആയിട്ട് സംഭവം ചെയ്യാൻ ഇങ്ങനത്തെ സ്റ്റോറീസ് ഇല്ല. കിവാസ്കർ, പിന്നെ വേറൊരു സിനിമ ഉണ്ടല്ലോ, കിവാസ്കറിന് മറ്റേ ശരിക്കുള്ള ഒറിജിനൽ സീരീസുകൾ ഇറങ്ങിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ടായിരുന്നു. പിന്നെ ഫർസിക്ക് ഫേക്ക് പ്രിന്റിങ്, അങ്ങനത്തെ ലൈക്ക് മണി പ്രിന്റിങ് സംഭവമാണ്. പിന്നെ കിവാസ്കറൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ആയിട്ട് അങ്ങനെയൊക്കെ ഇതില് അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു. മൂവീസും സീരീസൊക്കെ. പക്ഷെ ഇത് ആക്ച്വലി ഇല്ലേ, ഇവര് കുറച്ചും കൂടി ഇല്ല നല്ല രീതിക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റുമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ റൈറ്റിംഗ് ആണോ സത്യം പറഞ്ഞ, സ്റ്റോറി, ഇവരുടെ ഡയലോഗ്സ് ഒക്കെ സത്യം പറഞ്ഞ ഒരു ആക്ടിങ് സത്യം പറഞ്ഞാൽ പക്കാ ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അവര് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത് നമുക്കൊരു ഫീൽ ഇല്ല, ലൈക്ക് നമുക്ക് എൻജോയബിൾ ആവുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നമ്മള് മറ്റേ ലൈക്ക് ഫർസി കാണുമ്പോഴും
പിന്നെ ലക്കി വർക്കിലേക്ക് അങ്ങനത്തെ ടൈപ്പ് തീം ബേസ് ചെയ്തിട്ടുള്ള ഇത് കാണുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക, അതായത് എനിക്ക് basically നല്ല ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ട് എനിക്ക് നല്ല ഇതായിട്ടത്. പക്ഷെ ഇതിൽ വൻ ശോകമായിരുന്നു. ഈ ശോകം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആയിട്ട് ഇതിന് കബീർ സിംഗ് മറ്റേ കബീർ ദുഹാൻ സിംഗ് ഒക്കെ ഉണ്ട്. എന്നിട്ട് മൂപ്പരാള് വിചാരിച്ചു മൂപ്പരാള് വരുമ്പോ എന്തെങ്കിലും അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ കുറച്ച് മാസത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലും വർക്കൗട്ട് ആയില്ല. ശരിക്കും പറഞ്ഞാൽ ശോകമായിരുന്നു ഷോസ് ഒക്കെ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ വൻ ശോകം സത്യം പറയാലോ എപ്പിസോഡ്സ് ഒക്കെ. പിന്നെ ഇവര് അഭിനയിച്ചെന്താ വെച്ചാ ഈ കുഴപ്പമില്ലാതെ വലിയതില്ല. സത്യം പറഞ്ഞാൽ ഇവര് മുന്നത്തെ അബൂ സലീം റീലിലൊക്കെ സെറ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഗോവിന്ദ് നമ്മൾ മറ്റേ പറവയിലൊക്കെ നല്ല രീതിയിൽ ചെയ്തത്. പറവയും പിന്നെ വേറെ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കബീർ ദുഹാൻ സിംഗ് ഒക്കെ സെറ്റായിട്ട്, പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ദീപക് പിന്നെ ഇവരൊക്കെ ലൈക്ക് ഒരു എന്താ പറയാ ഒരു സുഖം തോന്നുന്നില്ല ശരിക്കും പറഞ്ഞത്. കാണുമ്പോ തന്നെ എനിക്ക് സീസൺ സുഖമില്ല, നമുക്ക് ഇൻട്രസ്റ്റോടെ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റില്ല വെച്ചാൽ അങ്ങനത്തെ ഒരു ലൈക്ക് ഇതിന്റെ റൈറ്റിംഗ് സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണോ സ്റ്റോറി ലൈനിന്റെ പ്രശ്നമായിരിക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ ഇവരുടെ അടുത്ത് ആക്ട് ചെയ്യാന്നതും ചിലപ്പോ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറഞ്ഞതായിരിക്കും, അറിയില്ല സംഭവം. ഈ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ. പക്ഷെ ഇതൊക്കെ വൻ ബോറിംഗ് ആയിരുന്നു കേട്ടോ. കാര്യം അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇത് ഞാന് കണ്ടു തുടങ്ങിയോണ്ട് ഇത് എങ്ങനെയും തീർത്ത് ഇതിന്റെ റിവ്യൂ ഇടാന്ന് ഞാൻ വിചാരിച്ചു. എന്താ വെച്ചാ എനിക്ക് നല്ലതിന്റെ മാത്രം റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്കിത് റിവ്യൂ പറയണല്ലോ. ഇത് മോശമാണെങ്കിൽ അത് ഇഷ്ടമാണെന്നുള്ള സംഭവം പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് വിജയം തന്നെ വിചാരിച്ചത്. ഇത് എങ്ങനെയും കണ്ടു തീർത്തിട്ട് ശരി പറഞ്ഞാൽ കണ്ടു തീർക്കാനേ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഒത്തിരുന്ന് കണ്ട് തീർത്തതാണ്. നിങ്ങള് ഇല്ല കാണണമെന്നും പറയില്ല. ഇത് ഈ സീരീസ് കാണണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ജസ്റ്റ് വേണേൽ കണ്ടു നോക്കി. നിങ്ങൾ ഞാൻ കണ്ടു നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിവ്യൂ കാണില്ല പറയാം. എനിക്ക് നല്ല ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നല്ല രീതിയിൽ ശോകമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ കാണാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഞാൻ ഞാൻ ഇതുവരെ ചെയ്ത മൂവീസ് റിവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇത് കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, കണ്ടാലും വലിയ ഇത് ഫീൽ ചെയ്യില്ല. ഒരു ബോറടി ഒന്നും ഇല്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്യാവശ്യം കണ്ടാലും കുഴപ്പമില്ലാത്ത മൂവീസ്. നമുക്ക് വലിയ ചടപ്പ് ഫീൽ ചെയ്യുക, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഇതിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് പക്ഷേ എനിക്ക് ഒരു എൻജോയ്മെന്റ് ഫീൽ ചെയ്തില്ല. ഈ കോമഡിയൊക്കെ എനിക്കൊന്നും ഇതില് നോക്കിയില്ലായിരുന്നു തോന്നുന്നു. അതൊന്നും വലിയ ഇതില്ല, ഒരു ഇതുമില്ല കേട്ടോ. പിന്നെ ഇമോഷണൽ സീൻ അടക്കം ഒന്നും തോന്നില്ല. ഇമോഷണൽസ് ഇവര് പറയുന്ന ഡയലോഗ്സും സത്യം പറയാനോ ഡയലോഗ്സ് ഒക്കെ ഒരുമാതിരി എന്താ പറയാ ലൈക്ക് നമുക്ക് സിനിമ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാം, ലൈക്ക് ഇവര് ശരിക്കും ആക്ട് ചെയ്യുന്ന പോലെ, ലൈക്ക് നാച്ചുറൽ ആക്ടിങ് പോലെ ഫീൽ ചെയ്യുന്നേ ഇല്ല. ഇവര് ഇങ്ങനെ പറയുന്ന പോലെ ജസ്റ്റ് എന്താണ് ഡയലോഗ് ജസ്റ്റ് ഇങ്ങനെ പറയുന്ന പോലെ ഒരു ഇതിലേക്ക് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ലൈക്ക് ബസ്സിന് വർക്കൗട്ട് ഉണ്ടോ സത്യം പറയാലോ അതൊന്നും വർക്കായിട്ടില്ല. പക്ഷെ വേറെ ആൾക്കാരുടെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. IMDb വേറെ എന്താണ് ഇതിന്റെ റിവ്യൂ ഇല്ലേ? ഇതിന്റെ ബേസ് ചെയ്തിട്ട് ആരും റിവ്യൂ ഇട്ടില്ലേ? 5.1 ഔട്ട് ഓഫ് 10 ഒക്കെ ഉള്ളൂ IMDb റേറ്റിംഗ്. വലിയ ഇതൊന്നും ഇല്ല. അത്ര പോലും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിന്റെ സീസൺ 2 ആയിട്ട് ഇറങ്ങിയ എനിക്കറിയില്ല കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. സീസൺ 2 ഒന്നും ഇറങ്ങും തോന്നുന്നില്ലല്ലോ, എനിക്കറിയില്ല. ഇതിന്റെ സീസൺ 2ന്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. അത്രയ്ക്കും ബോറായിട്ട് തന്നെയാണ് ഇത് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് സത്യം പറഞ്ഞ ജെന്യുവൻ റിവ്യൂ ആണ്. ഓക്കെ, നിങ്ങൾ എന്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ടിങ് വൻ ബോറായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്.
ഇവര് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നല്ല രീതിക്ക് വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാ. അതാണ്. പക്ഷെ ഈ സിനിമയിൽ ഈ സീരീസിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ ഇവരുടെ സ്ക്രിപ്റ്റ് ലൈക്ക് ഈ സ്റ്റോറി അങ്ങനെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞിട്ടായിരിക്കും. അതാകാനാണ് ചാൻസ്. അല്ലാതെ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേറെ മൂവീസിലൊക്കെ അഭിനയിക്കുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോ അതാണ് സംഭവം. നിങ്ങള് വേണമെങ്കിൽ കണ്ടത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ചിക്കൻ തന്ന. ഇതിന്റെ റിവ്യൂ ഞാൻ എങ്ങനെ ഇടാൻ ചോദിച്ചത്. എന്തായാലും ബാഡ് ഇതാണെങ്കിലും റിവ്യൂ ഇടാന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ റിവ്യൂസ് കമന്റ് ചെയ്യുക. സോ ബൈ ഗൈസ്.